നമസ്കാരം. മോദി ബംഗാൾ ചൗധരിയെ തൂക്കി. മോദിയുടെ മിന്നലാക്രമണം ഇനി ബംഗാളിലേക്ക്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പശ്ചിമ ബംഗാളിലാണ് എന്നുള്ള കാര്യം സംശയമില്ലല്ലോ. അപ്പോൾ ഇനി BJP കൊടി നാട്ടാനുള്ളതാണ് ആ വങ്കനാട്ടിൽ. അതുകൊണ്ട് തന്നെ മമതയെ വീഴ്ത്താൻ BJP കരുനീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ശശി തരൂരിനും ദിഗ്വിജയ് സിംഗിനും പിന്നാലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരിയും BJP ക്യാമ്പുകളിൽ എത്തുകയാണ്. കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത് വലിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി മോദിയുടെ ലക്ഷ്യം ഗംഗ ഒഴുകുന്ന ആ ബംഗാളാണ്. കോൺഗ്രസിനുള്ളിൽ അധീർ രഞ്ജൻ ചൗധരിയുടെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് മോദിയുമായുള്ള ഈ കൂടിക്കാഴ്ച. എന്നാൽ ഇതൊരു രാഷ്ട്രീയ കൂടിക്കാഴ്ചയല്ല എന്നും രാജ്യത്തെ സുപ്രധാനമായിട്ടുള്ള ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് പ്രധാനമന്ത്രിയെ കണ്ടത് എന്നും ചൗധരി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ബംഗാളി സംസാരിക്കുന്ന കുടിയേറ്റ തൊഴിലാളികൾ നേരിടുന്ന ആക്രമണങ്ങളിൽ ചൗധരി പ്രധാനമന്ത്രിയെ ആശങ്ക അറിയിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇവരെ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരായി മുദ്രകുത്തി ആക്രമിക്കുന്നത് രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്ന് ചൗധരി മുന്നറിയിപ്പ് നൽകുന്നു. പ്രാദേശിക ഭരണകൂടങ്ങൾ പോലും ഈ ബംഗാളി സംസാരിക്കുന്നവരെ തെറ്റായി മനസ്സിലാക്കുകയും വിവേചനപരമായി പെരുമാറുകയും ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പ്രധാനമന്ത്രിക്ക് ഒരു കത്തിലൂടെ അദ്ദേഹം നൽകിയത്. മധുവ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായിട്ട് ഉപയോഗിക്കുകയാണ് എന്നും അവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. പശ്ചിമ ബംഗാളിലെ സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണ് എന്ന് പ്രധാനമന്ത്രി തനിക്ക് ഉറപ്പ് നൽകിയതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചൗധരി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പശ്ചിമ ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ചൗധരി രാജിവെച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസിനോടും മമതാ ബാനർജിയോടും അദ്ദേഹം സ്വീകരിക്കുന്ന കടുത്ത നിലപാട് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി അസ്വാരസ്യങ്ങൾക്ക് അന്ന് ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ലോക്സഭയിൽ കോൺഗ്രസിന്റെ കക്ഷി നേതാവായിരുന്നു ചൗധരി. ശശി തരൂരിനെ മറികടന്നാണ് ഈ പദവി അദ്ദേഹത്തിന് നൽകിയതും. എന്നാൽ പിന്നീട് കോൺഗ്രസ് നേതൃത്വവുമായിട്ട് ബംഗാൾ നേതാവ് അകലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ ആ പ്രസക്തി ഏറുന്നത് എന്നുള്ളതാണ്. ബംഗാളിൽ മമതയെയും കോൺഗ്രസിനെയും കൂടുതൽ അകറ്റുന്നതാണ് ഈ നടപടി എന്ന് വേണമെങ്കിൽ പറയാം. മാസങ്ങൾക്കുള്ളിൽ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ സാഹചര്യത്തിലുള്ള ഈ കൂടിക്കാഴ്ച എന്ന് പറയപ്പെടുന്നത് അതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഗംഗ ഒഴുകുന്ന ബംഗാളാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി മോദി പ്രഖ്യാപനം നടത്തിയിരുന്നല്ലോ. ബീഹാർ ഇലക്ഷന് ശേഷമായിരുന്നു അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായതും. ബീഹാറിലെ വിജയം ബംഗാളിലേക്ക് കൊണ്ടുവരുവാൻ BJP കരുനീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ചൗധരിയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച ഇത്രത്തോളം പ്രസക്തമാകുന്നത് എന്നാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പശ്ചിമ ബംഗാളിലായതുകൊണ്ട് തന്നെ ഇനി BJP കൊടി നാട്ടാനുള്ളത് ആ വങ്കനാട്ടിൽ തന്നെയാണ്. ആ കരുനീക്കങ്ങൾ തന്നെയാണ് അവിടെ ആരംഭിച്ചിരിക്കുന്നതും. മമതയെ എങ്ങനെയാണ് വീഴ്ത്തേണ്ടത് എന്നും അവിടെ കോൺഗ്രസിനെ എങ്ങനെയാണ് തറപറ്റിക്കേണ്ടതെന്നും വളരെ കൃത്യമായി BJP കരുനീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം ശശി തരൂർ, പിന്നെ ദിഗ്വിജയ് സിംഗ്, ഇപ്പോഴിതാ അധീർ രഞ്ജൻ ചൗധരിയും. ഇങ്ങനെ BJP ക്യാമ്പുകളിലേക്ക് എത്തുന്ന കോൺഗ്രസ് നേതാക്കളുടെ എണ്ണം പെരുകുകയാണ്. കോൺഗ്രസ് നേതാവുള്ള അധീർ രഞ്ജൻ ചൗധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ച എന്ന് പറയപ്പെടുന്നത് BJP എത്തുന്നതിന് താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ മറ്റെന്തു പറയാൻ ഈ നേതാവ്? കോൺഗ്രസ് നൽകാത്ത ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഈ നേതാവ് എന്തിനാണ് മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നൊരു വലിയ ചോദ്യമാണ്. കോൺഗ്രസ് ക്യാമ്പുകൾ പോലും ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. പക്ഷേ ഒരു കാര്യത്തിലും അത്ഭുതപ്പെടേണ്ട, മോദിയുടെയും അമിത്ഷായുടെയും കുരുക്ക് മുറുകുകയാണ്. ആ കുരുക്ക് ഇപ്പോൾ അധീർ രഞ്ജൻ ചൗധരിക്ക് വീണിരിക്കുകയാണ്. നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശശി തരൂർ കോൺഗ്രസിനോട് വിട പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. മറ്റൊന്ന് ദിഗ്വിജയ് സിംഗ് ആയിരുന്നു. ദിഗ്വിജയ് സിംഗ് നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അധീർ രഞ്ജൻ ചൗധരി ഒന്നും പറയാതെയാണെങ്കിലും നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരിക്കുന്നു. ഇത് ബംഗാളിൽ ഉണ്ടാകാൻ പോകുന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് BJP ക്യാമ്പുകളിലേക്ക് എത്തുന്നതിന്റെ സൂചനയാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ അധീർ രഞ്ജൻ ചൗധരി താമര ചിഹ്നത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യും. മത്സരിക്കുക മാത്രമല്ല ഇനി ഒരു മന്ത്രിയെങ്കിലും ആകാതെ എങ്ങനെയാണ് ജീവിതം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം അധീർ രഞ്ജൻ ചൗധരിക്കുള്ളത് കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് സമസ്താപരാധങ്ങളും പൊറുക്കണമെന്ന് കാലുപിടിച്ച് അപേക്ഷിച്ച് തിരികെ പോകുന്നത്. ഇനി ബംഗാളിലെത്തുമ്പോൾ പുതിയ നേതാവായി BJP നേതാവായി താമര ചിഹ്നത്തിൽ മത്സരിക്കാനായിരിക്കും അധീർ രഞ്ജൻ ചൗധരി ബംഗാളിലെത്തുക.